റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നമ്മളെ മനസ്സിൽ രൂപപ്പെടേണ്ട ഒരു ചിത്രമാണ് തിരുദൂതരുടെ ചിത്രം. ഫോട്ടോ ഇല്ല ആ നബിക്ക്, പ്രതിമയില്ല ആ നബിക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിമയുള്ളത് ആർക്കാണ്? സോവിയറ്റ് റഷ്യയിലെ ലെനിൻ എന്ന് പറയുന്ന ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിമയുള്ളത് എന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു. എന്നാൽ അനുയായികൾ ഏറ്റവും കൂടുതലുള്ള ലീഡർ ആരാണ്? പിന്തുടരുന്നവർ ഏറ്റവും കൂടുതലുള്ള ലീഡർ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കൂടുതലുള്ള മതം, അനുയായികൾ കൂടുതലുള്ള മതം ഇസ്ലാം അല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ആശയം കേൾക്കുകയും ഉൾക്കൊള്ളുകയും പിന്തുടരുകയും ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയമാണ്. ആ മുത്ത് നബിക്ക് പ്രതിമകളില്ല. പ്രതിമകളില്ലെങ്കിലും ആ തിരുദൂതരെ വളരെ ഇഷ്ടമാണ്. ഈ മജ്‌ലിസിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ മജ്‌ലിസിൽ ഏറ്റവും കൂടുതൽ പേര് ഏത് പേരാണ് എന്ന് ചോദിച്ചാൽ, ഈ സദസ്സിലുള്ളവരോട് കൈപൊക്കാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള പേർ മുഹമ്മദ് എന്നതായിരിക്കും. അത് സർവേയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അസംബ്ലിയിലല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അസംബ്ലിയിൽ അല്ല, ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പേർ മുഹമ്മദ് എന്നാണ്. ആ പേരുണ്ടാവാനുള്ള കാരണം ആ തിരുദൂതരുടെ ബഹുമാനത്തിൻ്റെ അടയാളമാണ്. ജനിക്കുന്ന കുട്ടിക്ക് ഒരാൾ മോഹൻലാൽ എന്ന് പേരിട്ടു, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പേരിട്ടു. ആ പേരിട്ട വ്യക്തിയോട് ചോദിക്കൂ, നിങ്ങൾ എന്തിനാണ് ഈ പേരിട്ടത്? അപ്പോൾ അവർ നൽകുന്ന മറുപടി, ഇന്ന ചിത്രത്തിലുള്ള അഭിനയം വളരെ ഗംഭീരമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടം തോന്നിയപ്പോൾ ആ പേരിട്ടതാണ്. ആ വ്യക്തി തന്നെ ഒരു ദുർനടപ്പുകാരനായി ബോധ്യപ്പെട്ടാൽ ആ പേര് ഗസറ്റിൽ പ്രഖ്യാപിച്ച് വേറെ പേരിടുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടം തോന്നുമ്പോഴാണല്ലോ ഈ പേര് വരുന്നത്. അങ്ങനെ പേരിടുന്ന വിഷയത്തിൽ മത്സരിക്കുകയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിനും മകനുണ്ടായപ്പോൾ ആ മകന് പേരിട്ടു മുഹമ്മദ്. മകനും ആ പേര് തന്നെ, ബാപ്പയുടെ പേര് തന്നെ മകനും ഇടുകയാണ്. കാരണം ബാപ്പയാണ് എനിക്ക് പേരിട്ടത്, എൻ്റെ മകന് ഞാനാണ് ഇടുന്നത്. അതുകൊണ്ട് എൻ്റെ ബാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് മുഹമ്മദ് എന്നായിരുന്നു. ഞാനും ഏറ്റവും ഇഷ്ടപ്പെടേണ്ട പേര് ആ പേര് തന്നെ, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ അങ്ങനെ ഇട്ടു. അങ്ങനെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ എത്രയോ മഹാന്മാർ അവരുടെ മക്കൾക്ക് നബിയുടെ പേരിട്ടു. അതല്ല, ആ പേരെല്ലാം വരാനുള്ള കാരണം ആ നബിയെപ്പറ്റി അവർ പഠിച്ചു. പഠിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇതൊരു ഐതിഹ്യമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. ആ നബിയെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം വരികയാണ്. റൗളയിലേക്ക് പുറപ്പെടുന്നു, ഉംറക്ക് പോകുന്നു. ആ പരിശുദ്ധമായ കഅബയെ 7 വട്ടം തവാഫ് ചെയ്യുന്നു. ഉംറയുടെ പ്രധാനമായ കർമ്മം 7 തവാഫാണ്. ആ കഅബ തവാഫ് ചെയ്ത് ഉംറയുടെ 4 കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അടുത്ത പരിപാടി മദീനയിലേക്കുള്ള യാത്രയാണ്. ആ മദീനയിൽ ചെന്നപ്പോൾ അവിടെ മുത്തുനബിയെ കണ്ടു. അവിടുത്തെ റൗളയിൽ അതാ കാണുന്നു, യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ ഇസ്ബഅൈഹി ഫറവൽ ജൈസദൽ മദദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിക്കുന്ന കാവ്യശകലങ്ങൾ ആ റൗളയിൽ അതാ
ഉല്ലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. വർഷങ്ങളായി ആ കവിതകൾ ഇപ്പോഴും അവിടെ തെളിഞ്ഞു നിൽക്കുകയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കണ്ടു. ആ ഖബർ സിയാറത്ത് ചെയ്തു. ആ ഖബർ അത് തന്നെയാണോ തിരുദൂതരുടെ ഖബർ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് അതിൻ്റെ സമീപത്ത് 2 ഖബറുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും അതിൻ്റെ തൊട്ടടുത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും, ആ ഉൾക്കൊള്ളുന്ന മദീന ശരീഫും ജന്നത്തുൽ ബഖിയും ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെടും ഇതുതന്നെയാണ് മദീന. സുബ്ഹാനല്ലാഹ്, ആ നബി ജനിച്ച സ്ഥലമോ അതാണ്. ഉംറയ്ക്ക് വേണ്ടി തവാഫിന് വേണ്ടി മക്കയിലെത്തിയപ്പോൾ ചോദിച്ചു അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനോട്, എവിടെയാണ് എൻ്റെ മുത്തുനബി ജനിച്ചത്? ഞാൻ എത്രയോ കാലമായി ആ തിരുദൂതരുടെ പേര് പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, ഖുത്ബയ്ക്ക് പോയാൽ പള്ളിയിൽ ആ നബിൻ്റെ പേരിൽ സ്വലാത്ത് കേൾക്കുന്നുണ്ട്, സ്ഥാപനത്തിലെ സ്വലാത്തിൻ്റെ ഹൽക്കയിൽ ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് കൈ കൊടുക്കുന്ന സമയത്ത്, ഹസ്തദാനം ചെയ്യുന്ന സമയത്ത്, ആ ഹസ്തദാനം ചെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. എവിടെയെല്ലാം അല്ലാഹുവിൻ്റെ പേര് പറയുന്നുവോ അവിടെയെല്ലാം മുത്തുനബിയുടെ പേരും പറയുന്നു. ഒരു ദിവസം ആ നബിയുടെ പേര് പറയാതെ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ദിവസവും തള്ളി നിൽക്കാൻ കഴിയുകയില്ല. നിസ്കാരത്തിലും സ്ഥിതി അങ്ങനെ തന്നെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ ഒരു നിസ്കാരവും നിർവഹിക്കാൻ കഴിയില്ല. ആ മുത്തുനബിയുടെ സന്താന പരമ്പരകളാകുന്ന അഹ്ലു ബൈത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരവും പൂർത്തിയാക്കാൻ കഴിയുകയില്ല. ആ മുത്തുനബി ഈ പ്രപഞ്ചത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ നബി ഉണ്ടായിരുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹീം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിയ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിയുടെ വലിയുപ്പയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പുനർനിർമ്മാണം നടത്തി. മക്കത്തുൽ മുക്കറമയിൽ വെച്ച് ദുആർന്ന്, അല്ലാഹ്, ഞാൻ നീ പുനർനിർമ്മാണം നടത്തിയ കഅബാലയം നീ ഇതൊരു സാലിഹായ അമലായി ഈ നിർമ്മാണം നീ കബൂൽ ചെയ്യണമേ. ഞാനങ്ങ് മരിച്ചു പോയാലും ഈ മക്ക എന്ന് പറയുന്ന ഈ മണ്ണിൽ എൻ്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു മോനെ നീ നബിയായി നിയോഗിക്കണമേ. അരിന മനാസിക്കന വതുബ് ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ഇബ്രാഹിം നബിയെയും പറയാതെ നിനക്ക് നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കരിക്കുമ്പോൾ ഇബ്രാഹിം നബി കടന്നു വരും. ഇസ്മായിൽ നബിൻ്റെ മകന് ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കടന്നു വരും. ആ സന്താന പരമ്പരകളെ നീ ഓർക്കുകയാണ്. അത്ര ബഹുമാനമുള്ള ഒരു നേതാവ് ഐതിഹ്യമല്ല, അത് കള്ളക്കഥയല്ല.
കെട്ടിപ്പറയുന്നതല്ല. എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ പോലീസുകാരൻ പറയും. മർവയുടെ ഭാഗത്തു നിന്ന് പോലീസുകാരൻ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരും ഏതാണ് ആ സ്ഥലം. മൗലിദു മക്ക, മുത്തുനബി ജനിച്ച സ്ഥലം നിനക്ക് കാണിച്ചു തരും. നമ്മളെ പാസ്പോർട്ടിൽ ജനിച്ച സ്ഥലം എന്നൊരു കോളമുണ്ട്, ജനിച്ച തീയതി എന്നൊരു കോളമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ട്. എങ്കിൽ നിന്റെ പാസ്പോർട്ടിൽ മുത്തുനബി ജനിച്ച സ്ഥലം പാസ്പോർട്ടിൽ വേണം. ആ മുത്തുനബി ജനിച്ച സ്ഥലം ഏതാണ് അതും നിന്റെ കടലാസിൽ വേണം. മൗലിദു ബി മക്കത്തൽ ആമീന വഫാതു ബി ത്വീബത്തൽ മദീന. ആ പോലീസ് ഉദ്യോഗസ്ഥൻ നിനക്ക് കാണിച്ചു തരും നബി ജനിച്ച സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു ലൈബ്രറിയാണുള്ളത്. അവിടെ ആ സ്ഥലം പോലീസുകാരൻ്റെ നിയന്ത്രണമില്ലായിരുന്നുവെങ്കിൽ ആളുകൾ തിങ്ങിക്കൂടി അവിടെയുള്ള കല്ലും മണ്ണുമെല്ലാം വാരി മുത്തി ബഹുമാനം കൊണ്ട് ആളുകൾ അത് നശിപ്പിച്ച് കളയും. അത്രയും കൂടുതൽ ബഹുമാനമാണ് ആളുകൾക്ക്. അതുകൊണ്ടാണ് അവിടെ പോലീസ് നിൽക്കുന്നത്. അവിടെ ഒരു ലൈബ്രറിയാണ് ഇപ്പോൾ ഉള്ളത്. ആ ലൈബ്രറി നിലകൊള്ളുന്ന സ്ഥലം നബി ജനിച്ച സ്ഥലമാണ്, ഐതിഹ്യമല്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹുൽ മുഈനിൽ പറയുന്നത് കാണാം. ഈ മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിക്കുന്ന കിതാബുകളിൽ ഉണ്ട്. ഒരു പിതാവ് ഒരു മാതാവ് ആദ്യമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? വഅവ്വലു വാജിബിൻ അലൽ ആബാഇ, മാതാപിതാക്കൾ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തഅലീമുസ് സബിയ്യി, കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൂലിദ ബി മക്ക, നബിയുടെ മൗലിദ് അതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നബി ജനിച്ച സ്ഥലം അതാണ് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വബുഇസ ബിഹാ, ആ മക്കയിലാണ് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചത്. വമാത ബിൽ മദീനതി വദുഫിന ബിഹാ, ആ നബി വഫാത്തായത് മദീനയിലാണ് എന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. സുന്നത്ത് എന്നല്ല ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ നിർബന്ധമാണ്. അവൻ മൗലിദ്, നബിയുടെ മൗലിദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ആ മുത്തുനബി വഫാത്തായത് എവിടെയാണെന്നും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ കുട്ടികളുടെ കൽബിൽ ആ നബി ജീവനോടെ നിലനിൽക്കുക. കുറേ കൊല്ലം മുമ്പ് കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരു വീട്ടിലൊരു മരിച്ച വീട്ടിൽ പോയപ്പോൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ ജനാസ വീട്ടിൽ നിന്ന് എടുക്കുകയാണ്. ജനാസ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള 3 വയസ്സുള്ള ഒരു കുട്ടിയോട് 2.5 വയസ്സുള്ള ഒരു കുട്ടി ചോദിക്കുകയാണ്, നമ്മളെ ഉപ്പാപ്പയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഉപ്പാപ്പയുടെ ഡെഡ് ബോഡി ഒരു കട്ടിൽ എടുത്തു വെച്ച് ഇതാ പോകുന്നു. കുല്ലുബുനി ഉൻസാ വൈൻ താലത്ത് സലാമത്തു യൗമൻ അലാ ആലത്തിൽ ഹദ്ബാ മഹ്മൂലു. ബാനത്ത് സുആദിൽ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയതുപോലെ ഒരു ദിവസം നമ്മുടെ ശരീരം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന രംഗം വരുമ്പോൾ മൂത്ത കുട്ടിയോട് ചെറിയ കുട്ടി ചോദിച്ചു, ഉപ്പാപ്പയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആ കുട്ടി ആ സമയത്ത് മറുപടി പറഞ്ഞു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, സ്വർഗം എവിടെയാണ്? മൂത്ത കുട്ടി പറഞ്ഞു കൊടുത്തു, സ്വർഗം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കാണുന്ന പള്ളിയില്ലേ, ആ പള്ളിയുടെ സമീപത്താണ് സ്വർഗം. അൽ ഖബ്റു
ഇമ്മാ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന വ ഇമ്മാ ഹുഫറത്തുൻ മിൻ ഹുഫരിന്നാർ. ഖബർ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ഖബർ സ്വർഗമാണ്, മുഅ്മിൻ അല്ലാത്തവന്റെ ഖബർ നരകമാണ്. സുബ്ഹാനല്ലാഹ്, ഖബർ ഒരു അടയാളമാണ്, അതൊരടയാളമാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ ഖബർ എവിടെ എന്നതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടി എല്ലാ മുഅ്മിനായ മനുഷ്യനും അറിഞ്ഞിട്ടുണ്ട്. മദ്രസയിൽ ഉസ്താദുമാരത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ, ഒന്ന് സ്റ്റാർട്ടിങ്, ഒന്ന് എൻഡിങ്, അത് രണ്ടും കുട്ടി പഠിച്ചു വെക്കുന്നതോടുകൂടി ആ കുട്ടിയുടെ അടുത്ത ചോദ്യം, ബാപ്പ ആരാണ്? കുട്ടി ചോദിക്കും, ബാപ്പ ആരാണ്? ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ചോദിക്കും, ആരാണ് ഈ മുഹമ്മദ് നബിയുടെ വാപ്പയാരാണ്? അപ്പോൾ മറുപടി പറഞ്ഞു കൊടുക്കണം, ആ മുത്തുനബിയുടെ പിതാവ് അബ്ദുള്ള എന്നവരാണ്, മാതാവ് ആമിനയാണ്. സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും പേരറിയാത്തവർ ഈ മജ്‌ലിസിലുണ്ടോ? ഉമ്മയുടെ പേരറിയാത്ത ചില കുട്ടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാപ്പ കുറേ കാലം ഗൾഫിലാണെങ്കിൽ ബാപ്പയുടെ പേരറിയാത്ത മക്കളുണ്ട്. ബാപ്പയുടെ ചരിത്രം അറിയാത്ത ആളുകളുണ്ട്. ബാപ്പയുടെ ബാപ്പയാരാണ്? ഈ സദസ്സിലുള്ളവർ ചിന്തിച്ചു നോക്കൂ, ബാപ്പയുടെ ബാപ്പയാരാണ്? ചില ആളുകൾക്ക് പറയാൻ കിട്ടൂല. അതിൻ്റെ ബാപ്പയാരാണ്? അതേതായാലും പറയാൻ കിട്ടൂല. അതിൻ്റെ ബാപ്പയോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് ആ ബാപ്പൻ്റെ പേര്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 പിതാക്കളുടെ പേർ പഠിക്കണം, അറിയണം. 20 വാപ്പമാർ. ആ മുത്തുനബിയുടെ പിതാക്കന്മാർ മുഴുവനും വിശുദ്ധിയുള്ളവരായിരുന്നു. അവരെല്ലാവരും നല്ലവരായിരുന്നു. അവരാരും നരകക്കാരല്ല, അവർ സ്വർഗക്കാരാണ്. അബ്ദുള്ള എന്നവർ സ്വർഗത്തിലാണ്, ആമിന ബീവി സ്വർഗത്തിലാണ്. വതവക്കൽ അലൽ അസീസിർ റഹീം الذي يراك حين تقوم وتقلبك في الساجدين. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഓ നബിയേ, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കണം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളണം നബിയേ. ഇത് മുത്തുനബിയോട് മാത്രമുള്ള ഉപദേശമല്ല, നമ്മോടും അല്ലാഹു പറയുന്നു, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് തോറ്റുപോകരുത്. ഈമാനുള്ള ആളുകൾ നല്ല ധൈര്യത്തോടു കൂടി നിൽക്കണം. രോഗമാകുമ്പോൾ, മക്കൾ മരിച്ചു പോകുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ബിസിനസ് പൊളിഞ്ഞു പോകുമ്പോൾ ബേജാറാകരുത്. ഈമാനുണ്ടോ, സ്വാലിഹായ അമലുണ്ടോ, അല്ലാഹു തൻ്റെ കൂടെയുണ്ട്, തന്നെ രക്ഷിക്കും. ഇന്നും നാളെയും കഴിഞ്ഞ് അടുത്ത ദിവസം നിനക്ക് വലിയ ഭാഗ്യം വരാൻ പോകുന്നുണ്ട്. കാരണം നീ അല്ലാഹുവിന് വഴിപ്പെടുന്നവനാണ്. നീ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിച്ചും മടങ്ങിയിട്ടുണ്ട് എങ്കിൽ റബ്ബ് തന്നെ കൈപിടിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കൾ മുഴുവനും ഏറ്റവും നല്ലവർ ആയിരുന്നു. അവരിൽ ഒരാൾ പോലും നരകക്കാർ ആയിരുന്നില്ല. ഖാല ഇബ്നു ഇസ്ഹാഖ്, സീറത്ത് ഇബ്നു ഇസ്ഹാഖ്, സീറത്ത് ഇബ്നു ഇസ്ഹാഖ്, സീറത്ത് ഇബ്നു ഹിശാം നബിയുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തകങ്ങളാണ്, അടിച്ച ഗ്രന്ഥങ്ങളാണ്. ലൈബ്രറികളിൽ ആ കിതാബുകളുണ്ട്, പള്ളി ദർസിലുണ്ട്.
ആ പള്ളി ദർസിൽ ഉള്ള ആ കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായിരുന്നു മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. അദ്ദേഹം രേഖപ്പെടുത്തി, നബിയുടെ ബാപ്പമാരുടെ പേര് രേഖപ്പെടുത്തി. ആ മുത്ത് നബിയുടെ ബാപ്പയായ അബ്ദുള്ള ഏറ്റവും നല്ല സുന്ദരനായിരുന്നു. ആ നബിയുടെ ഉമ്മ ആമിന ബീവി നല്ല സുന്ദരിയായിരുന്നു. ആ അബ്ദുള്ള എന്നവർ ഒരു ദിവസം അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അബ്ദുള്ള എന്നവരോട് ആവശ്യപ്പെടുന്നു, അബ്ദുള്ള, നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെയോ? എന്നെ നിങ്ങൾ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുമോ? അത്ര ഭംഗിയുള്ള ആളായിരുന്നു അബ്ദുള്ള എന്നവർ. മുത്തുനബിയുടെ വാപ്പയല്ലേ, ഭംഗിയില്ലാതിരിക്കുമോ? ഉഴ്ത്തിയ ആ മുത്തുനബിക്ക് നൽകപ്പെട്ടു അൽ ഹുസ്നു കുല്ലുഹു, ലോകത്തുള്ള സൗന്ദര്യം മുഴുവനും ആ നബിക്ക് നൽകപ്പെട്ടു. ആ സൗന്ദര്യത്തിൻ്റെ പകുതി മാത്രമേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിട്ടുള്ളൂ. അത്രയും ഭംഗിയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന ആ മുത്തുനബിയുടെ ബാപ്പ അബ്ദുള്ള നല്ല ഭംഗിയുള്ള ആളായിരുന്നു. ആ അബ്ദുള്ളയോട് സ്നേഹം തോന്നിയ ഒരു പെണ്ണ് വന്ന് വിവാഹാലോചന നടത്തിയപ്പോൾ അബ്ദുള്ള എന്നവർ മറുപടി പറയുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹമെങ്കിൽ അത് എൻ്റെ ബാപ്പയോട് ചോദിക്കാതെ, എൻ്റെ ബാപ്പയായ അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെടാതെ ഒരിക്കലും തന്നെ ഒരു വിവാഹം എനിക്കില്ല. മാതാപിതാക്കളെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ ഒരു പെൺകുട്ടിയും ഏതെങ്കിലും ഒരു ഭർത്താവിനെ സ്വീകരിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെ അബ്ദുള്ള എന്ന ആ സഹോദരന് അബ്ദുൽ മുത്തലിബ് ഒരു നല്ല എണയെ സെലക്ട് ചെയ്തു കൊടുത്തു. അതായിരുന്നു ആമിന ബിന്തു വഹബ്. ആമിന ബീവിയുടെ ചരിത്രവും അബ്ദുള്ള എന്നവരുടെ ചരിത്രവും എത്തി നിൽക്കുന്നത് എങ്ങനെ? മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഹിറ ഇലൽ അർഹാമിസ് സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്തു. സിഫാഹ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടം വ്യഭിചാരം വ്യാപകമായിരുന്നു. മക്കയിലെ ഏതാണ്ട് എല്ലാ പുരയിടങ്ങളുടെയും മുൻപിൽ ബോർഡ് വെക്കാറുണ്ട്, അൽ ബഗായ, വേശ്യകൾ ഇവിടെയുണ്ട്, ആവശ്യക്കാർ വന്നോളൂ എന്ന് പരസ്യമായി പുരയിടങ്ങളിൽ ബോർഡ് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അബ്ദുൽ മുത്തലിബൊക്കെ ജീവിച്ചത്. എന്നാൽ ആ അബ്ദുള്ള എന്നവരോ അബ്ദുൽ മുത്തലിബ് എന്നവരോ ഒരു വൃത്തികേട് അവർ ചെയ്തിട്ടില്ല, ഒരു വ്യഭിചാരം അവർ നടത്തിയിട്ടില്ല, ഒരു തെറ്റായ കാര്യം അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. പ്രധാനമായ ജോലി കഅബയിൽ വരുന്നവർക്ക് വെള്ളം കൊടുക്കലാണ്. കഅബയിൽ വരുന്ന ആളുകൾക്ക് പായസം ഉണ്ടാക്കി നൽകുന്ന ജോലിയാണ് അബ്ദുൽ മുത്തലിബിന്. അജഅൽതും സിഖായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഹാജിമാർക്ക് വെള്ളം കൊടുക്കൽ പുണ്യകർമ്മമാണ്. ഉംറക്ക് വരുന്ന ആളുകളെ സൽക്കരിക്കൽ പുണ്യകർമ്മമാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ബഹുമാനം കൽപ്പിച്ച് യാത്രയക്കൽ പുണ്യമാണ്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളെ സ്വീകരിക്കലും ബഹുമാനിക്കലും അവർക്ക് യാത്രയപ്പ് കൊടുക്കലുമൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അവർക്ക് വെള്ളം കൊടുക്കലും മിഠായി കൊടുക്കലും പലഹാരം കൊടുക്കലും എല്ലാം സുന്നത്തുള്ള കാര്യങ്ങളാണ്, കൂലി കിട്ടുന്ന അമലുകളാണ്. എന്നാൽ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തിളക്കമാർന്ന സേവനം ചെയ്ത ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അങ്ങനെയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനമായ അബ്ദുള്ളയിൽ നിന്ന് ഇനി അബ്ദുള്ളയുടെ അപ്പുറത്തേക്ക് നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ആ പരമ്പരയിലെ ഓരോ വ്യക്തിയും ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടായ ആളാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ
സൂറത്ത് യാസീൻ ഓതുമ്പോൾ, യാസീൻ വളരെ മഹത്വമുള്ള സൂറത്താണ്. മരണമാസന്നമായവരുടെ സമീപത്ത് യാസീൻ ഓതിയാൽ മരണവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ യാസീൻ ഓതൽ വളരെ പുണ്യമുള്ള കർമ്മമാണ്. മരണപ്പെട്ടതിനു ശേഷം യാസീനോ ഖുർആനിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളോ ഓതിയാൽ അത് പാരായണം ചെയ്യുന്ന സ്ഥലത്ത് റഹ്മത്തുകൾ ഇറങ്ങും. അപ്പോൾ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ഗുണങ്ങൾ ലഭിക്കും. സൂറത്ത് യാസീൻ കാണാതെ അറിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. 5ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നാൽ സദർ മുഅല്ലിം ചോദിക്കും, യാസീൻ കാണാതെ ഓതാനറിയാമോ? ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ യാസീൻ ഓതിക്കൊടുത്താലേ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെയായിരുന്നു പഴയ രീതി. ഇപ്പോഴും ആ രീതി ഉണ്ട് എന്നാണ് നാം കരുതുന്നത്, അല്ലേ? യാസീൻ അത് അങ്ങനെയാണ്. ആ യാസീനിൽ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ പറ്റി സൂറത്ത് യാസീനിൽ കാണാം. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഓ നബിയേ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. യാസീൻ നബിയേ, യാസീൻ നബിയുടെ പേരാണ്. മക്കൾക്ക് പേരിടാൻ പറ്റിയൊരു പേരാണ് യാസീൻ. യാസീൻ നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, ഓ യാസീൻ നബിയേ, വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഏറ്റവും മഹത്വമുള്ള ഒരു പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നക ലമിനൽ മുർസലീൻ. നബിയേ, നിങ്ങൾ നിശ്ചയമായും പ്രവാചകന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ്. നിങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. നിങ്ങളൊരു സാധാരണ ആളല്ല, നിങ്ങൾ റസൂലാണ്. എന്നിട്ട് പറയുന്നു, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. നിങ്ങളുടെ വാപ്പമാർ അവർ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പട്ടികയിൽപ്പെടുന്ന ആളുകളായിരുന്നില്ല. വാപ്പയും വലിയുപ്പയും അവരുടെ കാലത്ത് പ്രവാചകന്മാർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അബ്ദുള്ള എന്നവരും അബ്ദുൽ മുത്തലിബ് എന്നവരും അവർ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം അവർക്ക് ബാധകമല്ല. അന്ന് പ്രവാചകന്മാർ ഇല്ല. അതുകൊണ്ട് അവർ നരകത്തിലൊരിക്കലും പോകേണ്ടി വരികയില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, മുത്തുനബിയുടെ ബാപ്പയായ അബ്ദുള്ളയും വലിയുപ്പയായ അബ്ദുൽ മുത്തലിബിയും ആ മുത്തുനബിയുടെ പിതാക്കളുടെ ആ പരമ്പരയിൽപ്പെട്ട ഒരാളും നരകത്തിൽ പോകേണ്ടി വരികയില്ല. അവരൊക്കെയും വിശുദ്ധിയുള്ളവരായിരുന്നു. പ്രവാചകന്മാരുടെ ഫത്രത്തിൻ്റെ കാലഘട്ടത്തിലുള്ളവർക്ക് അവർക്ക് നിയമം ബാധകമല്ല. പ്രവാചകന്മാരുള്ള കാലത്താണെങ്കിലോ നല്ല ജീവിതം നയിച്ചവരായിരുന്നു ആ പിതാക്കൾ. അതാണ് ആ നബിയുടെ അഡ്രസ്. നല്ല തറവാട്ടിൽ പിറന്ന ആളാണ്, ഖുറൈശികളിൽപ്പെട്ട ആളാണ്. അൽ-അഇമ്മത്തു മിൻ ഖുറൈശ്. നേതാക്കൾ സയ്യിദുമാരിൽ നിന്നാണ് നേതാക്കൾ വരുന്നത്. ഇമാമുകൾ വരിക, നേതാക്കൾ വരിക തങ്ങന്മാരിൽ നിന്നാണ്. സയ്യിദുകളാണ് ലീഡർമാരായി വരിക. ആ സയ്യിദുമാരെ മഹബത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന സയ്യിദുമാർ അല്ലാത്തവരും ഇമാമത്തിന് പറ്റിയവർ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് സയ്യിദുമാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അങ്ങനെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ.
സൂറത്ത് ഖുറൈശ് എന്ന് പറയുന്നൊരു അധ്യായം നമുക്ക് മുസ്ഹഫിൽ കാണാം. അങ്ങനെ അഡ്രസ്സുള്ള ആളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഒരു വ്യക്തിയെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്. ഈ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മുതാലിമീങ്ങളെ ആമീൻ്റെ ബർക്കത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് പിന്തുടരാൻ പറ്റിയ ജീവിതം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് മക്കൾ പിന്തുടരാൻ പറ്റിയ ഒരു ജീവിതം ഉമ്മമാർക്കുണ്ടായാൽ മാത്രമേ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗമാണ് എന്ന് പറയുന്ന ആ വാക്യം പൂർണ്ണമാവുകയുള്ളൂ. ഉമ്മ നിസ്കരിക്കുന്നില്ല, നോമ്പ് നോൽക്കുന്നില്ല, ഗീബത്തും നമീമത്തും പറഞ്ഞ് എല്ലാ ഫിത്നയും പറഞ്ഞ് വാട്സാപ്പിൽ മുഴുകിക്കൊണ്ടാണ് ഒരു ഉമ്മയുടെ ജീവിതമെങ്കിൽ ആ ഉമ്മയുടെ കുട്ടികൾ എങ്ങനെയാണ് നന്നായി തീരുക? അപ്പോൾ പിന്തുടരാൻ ആളുകൾ സന്നദ്ധരാകണമെങ്കിൽ ആദ്യം നമ്മളൊക്കെ നല്ലവരായി മാറണം. അമുസ്ലിമീങ്ങൾ ഈ ഇസ്ലാമിനെ ചില നാടുകളിൽ വെറുക്കാനുള്ള കാരണം ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മുസ്ലിമീങ്ങൾ പലരും തയ്യാറാകുന്നില്ല. മെനയാന്നത്തെ പത്രമെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ മുഹമ്മദ് എന്ന് പേരുള്ള 3 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടാണ് കാണുന്നത്. 3 ആളുകളും ലഹരി വസ്തുക്കളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. 3 ആളെ പേരും മുഹമ്മദ് എന്നാണ്. ഇതിനേക്കാൾ വലിയ നാണക്കേടെന്താണുള്ളത്? സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ ജീവിതത്തിൽ നാം കാണുന്ന രണ്ടാമത്തെ പോയിന്റ്, 3 പോയിന്റേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിൻ്റെ 1-ാമത്തെ ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ നേതാവിൻ്റെ ആ ജനനവുമായി ബന്ധപ്പെട്ട പരിശുദ്ധി. 2-ാമത്തെ ഘടകം, ആ നേതാവ് പിന്തുടരാൻ പറ്റിയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. എപ്പോൾ? നബുവത്തിന് മുൻപ് തന്നെ, നബിയാകുന്നതിന് മുമ്പ് തന്നെ ആ നേതാവിൻ്റെ ജീവിതം മാതൃകാപരമായിരുന്നു. 40ഉം 23ഉം 63 കൊല്ലമാണ് നബി ജീവിച്ചത്. 23 കൊല്ലം നബിയായിക്കൊണ്ടുള്ള ജീവിതമാണ്. 40 കൊല്ലം ജീവിച്ചത് നബിയായിക്കൊണ്ടല്ല. ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രായം 40. ആ 40 കൊല്ലം എങ്ങനെയായിരുന്നു ആ നേതാവിൻ്റെ ജീവിതം? മാതൃകയാക്കാൻ പറ്റിയ ജീവിതമായിരുന്നു. മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം നന്നാകേണ്ടത്. ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലും നാം ഏറ്റവും നല്ലവരായി ജീവിക്കേണ്ടവരാണ്. കടം വാങ്ങിയാൽ ഉടനെ തിരിച്ചു കൊടുക്കുക എന്ന സ്വഭാവം ഒരു മനുഷ്യനുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഗുണമാണ്. ചീത്തയായ വാക്കുകൾ നാവിൽ നിന്ന് വരാതിരിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ മാത്രം ഗുണമല്ല, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഗുണമാണ്. ഹൈന്ദവ സഹോദരന്മാരിൽ ഏറ്റവും നല്ല മാതൃകയുള്ള എത്ര ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. നമ്മൾക്കങ്ങനെ എല്ലാവരെയും മോശക്കാരായിട്ട് പറയാൻ പറ്റുമോ? വിശ്വസിക്കാൻ കൊള്ളാവുന്ന എത്ര ആളുകൾ മറ്റു മതങ്ങളിലുണ്ട് നമ്മുടെ നാടുകളിൽ. സോവിയറ്റ് റഷ്യയിൽ കുറേ കൊല്ലം മുൻപ് അവിടെ ചെച്ചിനിയയിൽ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചൊരു പാത്രമുണ്ട്, അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മുത്ത് നബി വെള്ളം കുടിച്ചൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നിന്ന് എനിക്കും അല്പം വെള്ളം കുടിക്കണം എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ ആ പാനപാത്രം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോൾ മറുപടി ലഭിക്കുന്നു. USSR എന്ന പഴയ ആ USSR സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ പരിധിയിൽ പെട്ടിരുന്ന, ഇപ്പോൾ സ്വതന്ത്ര രാഷ്ട്രമായി പ്രവർത്തിക്കുന്ന ചെച്ചിനിയയിൽ അവിടെ എക്സിബിഷൻ സെന്ററിൽ മുത്തുനബി വെള്ളം കുടിച്ച പാനപാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ
ദർസ് നടത്തുന്ന കോളേജുകൾ ആ ചെച്ചിനിയയിൽ ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദിനോടൊപ്പം ചെച്ചിനിയയിൽ പോകുമ്പോൾ മോസ്കോയിൽ ഞങ്ങളെ വിമാനമിറങ്ങി. മോസ്കോവിൽ നിന്ന് പിന്നെ 2 മണിക്കൂർ സഞ്ചരിക്കണം ചെച്ചിനിയയിലേക്കുള്ള എയർപോർട്ടിലെത്താൻ. അങ്ങനെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ റൂമെടുത്തു താമസിക്കുകയാണ്. ആ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് ഒരാളുടെ മോതിരം താമസിച്ച റൂമിൽ മറന്നുപോയി. ഒരു രാത്രി അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കാർ മാർഗം ചെച്ചിനിയയിലേക്കുള്ള ഫ്ലൈറ്റ് പുറപ്പെടുന്ന എയർപോർട്ടിലേക്ക് പോയി. കാറിൽ കയറിയപ്പോഴാണ് ഈ മോതിരം മറന്നുപോയത് ഓർമ്മയിൽ വരുന്നത്. ഒരാളുടെ മോതിരം അത് ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ വലുതാണ്. അത് വേറൊരാൾക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ മോതിരം എനിക്ക് വളരെ വലുതാണ്. ഞാനത് അഴിച്ചു വെച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ ഒരു കാര്യവുമില്ല. അതത്ര വാല്യബിളൊന്നുമല്ല. അതൊരു സാധാരണ വസ്തു. ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും അതിൻ്റെ വില കുറയാണ്. പിന്നെ ഒരു ബർക്കത്തുള്ള ആളുടേതാണ് എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരാൾ തരികയാണെങ്കിൽ ഓക്കെ. ഇത് ആളില്ലാതെ കാണുന്ന മോതിരം ആർക്ക് വേണം? അതിൻ്റെ സ്ഥലം എച്ചിലാണ്. അത് എച്ചിലേക്ക് വലിച്ചെറിയാനേ പറ്റും. അങ്ങനെ ഇത് സാധാരണ ഉപയോഗിക്കുന്ന ആൾക്ക് ഈ മോതിരം കയ്യിലില്ലെങ്കിൽ ഒരു ബേജാറാണ്. വലത്തെ കൈയിൻ്റെ ചെറുവിരലിലാണ് മോതിരം അണിയേണ്ടത്, അല്ലെങ്കിൽ ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിൽ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മോതിരം ഇടത്തെ കൈയിലേക്ക് പോകും. ബാത്റൂമിൽ പോകുമ്പോൾ ഇടത്തെ കൈയുടെ ചെറുവിരലിൽ നിന്ന് വലത്തെ കൈയിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പം അത് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറിയ ബേജാറുമായിട്ട് അങ്ങനെ യാത്ര ചെയ്തു. ചെച്ചിനിയയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി. അവിടെ പോയി സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ യാദൃച്ഛികമായി വീണ്ടും താമസിക്കാൻ കിട്ടിയത് ആ ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ ആ ഹോട്ടലിൽ കയറിയപ്പോൾ വെറുതെ ഒന്ന് താമസിച്ച റൂമിലൊന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഇതിനാരോടും ചോദിക്കുന്നൊരു നാണക്കേടാണ്. പക്ഷേ ആ ഹോട്ടലിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ആ മോതിരം ആ റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവർ ക്യാഷ് കൗണ്ടറിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ മോതിരം അവർ തരികയും ചെയ്തു. അപ്പം ഞാൻ ആ സമയത്ത് ആലോചിച്ചത്, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ ഹോട്ടലിലെ ആളുകൾ നാട്ടിലുള്ള ഒരു മനുഷ്യനോട് നഷ്ടപ്പെട്ടു പോയ മോതിരം അവരത് വളരെ ബഹുമാനത്തോടുകൂടി സൂക്ഷിച്ചു വെക്കാൻ മാത്രം മൂല്യബോധം അവർക്കുണ്ടല്ലോ എന്ന് ആലോചിച്ചു പോയി. ഞാൻ ആ ഒരു പോയിന്റ് പറയാനാണ് ഈ യാത്രയും മോതിരമൊക്കെ ഇവിടെ പരാമർശിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിലും അതുപോലെ മറ്റു രാഷ്ട്രീയക്കാരിലും മറ്റു മതക്കാരിലും മൂല്യബോധമുള്ള ആളുകളുണ്ട്. നമ്മൾ മാത്രമേ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് പറയാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാം വരുന്നതിന് മുൻപ് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന മറ്റു മതക്കാരായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിൽ വന്നു. അറേബ്യയിൽ വരുന്ന 40 കൊല്ലക്കാലം പ്രവാചകത്വം ലഭിച്ചിട്ടില്ല, റിസാലത്തുണ്ടായിട്ടില്ല, ഖുർആൻ അവതരിച്ചിട്ടില്ല. ഖുർആൻ അവതരിച്ചത് 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. എന്നാൽ ആ പ്രവാചകത്വത്തിനു മുൻപുള്ള 40 കൊല്ലക്കാലം ആ നബിയുടെ ജീവിതം സത്യസന്ധമായ ജീവിതമായിരുന്നു. ഒരു കളവും ആ നബിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല.
ഒരു വാഗ്ദത്വവും ആ മുത്തുനബി ലംഘിച്ചിട്ടില്ല. കുടുംബത്തിലുള്ള ഒരാളെയും ഒരർത്ഥത്തിലും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല, ഒരയൽവാസിയെയും പ്രയാസത്തിലാക്കിയിട്ടില്ല. ദാനധർമ്മങ്ങൾക്ക് ആ നബി വളരെ പരിഗണന നൽകിയിരുന്നു. തൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ മക്കൾ കഷ്ടപ്പാടിലാണെന്ന് അറിഞ്ഞപ്പോൾ ആ മക്കളിൽപ്പെട്ട ഒരെണ്ണത്തെ പിതൃവ്യനായ അബൂ ത്വാലിബിനോട് ചോദിച്ച് ആ കുട്ടിയെ തക്കാഫുലേറ്റെടുത്ത് കൊണ്ടുപോയി മുത്തുനബി വളർത്തിയില്ലേ? അന്ന് നബിയല്ല, അന്ന് അറേബ്യയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ ഒരു മുഹമ്മദ് മാത്രമാണ് മുത്തുനബിയായത്. എപ്പോഴാണ്? 40 കഴിഞ്ഞതിന് ശേഷമാണ്. ആ പ്രവാചകത്തിന് മുൻപ് പോലും പാവപ്പെട്ടവരെ സഹായിക്കാൻ മുന്നിലുണ്ടായിരുന്നു. ഇന്നക ലതസിലുർ റഹിമ വതുഖ്രിൽ ലൈഫ. ആദ്യമായി വഹി ലഭിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ ആ ഖദീജ ബിവിയുടെ അടുത്തേക്ക് പനി ബാധിച്ച് വിറച്ചുകൊണ്ട് ആ മുത്തുനബി ഓടി വന്ന് സമ്മിലൂനി, ഖദീജ ആ പുതപ്പൊന്നെടുത്ത് എൻ്റെ ശരീരത്തിലിടൂ, എനിക്ക് പനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, യാ മുഹമ്മദു, ഓ നബിയേ, നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വിരുന്നുകാരെ സൽക്കരിക്കുന്ന ആളാണ്, കുടുംബത്തിന് ഗുണം ചെയ്യുന്ന ആളാണ്, ജോലിയില്ലാത്തവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്ന ആളാണ്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ആളാണ്. ഈ ഗുണങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു ആ നബിയുടെ 40 കൊല്ലത്തെ ജീവിതമെങ്കിൽ 41-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുർആൻ അവതരിച്ചപ്പോൾ ആ നബി അനുയായികളോടും ജനങ്ങളോടും കുടുംബക്കാരോടും പറയുന്നു, കുടുംബമേ, എനിക്ക് പ്രവാചകത്വം ലഭിച്ചിട്ടുണ്ട്, എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവർ നൽകുന്ന മറുപടി, നീ നല്ല മര്യാദയോടെ ജീവിച്ച ആളായതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആകെ 1, 2, 3 ആളുകളാണ് ആ മുത്തുനബിയെ അന്ന് എതിർത്തത്. ഒന്ന് അബൂലഹബായിരുന്നു. ആ ഒറ്റപ്പെട്ട എതിർപ്പുകൾ നാം മാറ്റിവെക്കുമ്പോൾ ആ അറേബ്യൻ സമൂഹത്തിൽ ഈ വർദ്ധിച്ച പിന്തുണ നബിക്ക് ലഭിക്കാനുള്ള കാരണം ജീവിതത്തിൻ്റെ വിശുദ്ധിയായിരുന്നുവെങ്കിൽ ആ വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ ഉടമയായ ഒരു നബിയെയാണ് നമുക്ക് പ്രവാചകനായി ലഭിച്ചത്. റബീഉൽ അവ്വൽ ആ മുത്തുനബിയെയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തെ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും? ആ മാസത്തെ നാം എങ്ങനെ അവഗണിക്കും? റബീഇന്റെ ആ വസന്തമാർന്ന ഓർമ്മകൾ റബീഉൽ അവ്വലിൽ മാത്രമല്ല, റബീഉൽ അവ്വൽ അല്ലാത്ത മാസങ്ങളിലും ആ തിരുദൂതനെ പറയാൻ, മദ്ഹ് പറയാൻ, ആ നബിയെ പിൻപറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ആ തിരുദൂതനെ വിമർശിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ, റോഡിലൂടെ, അങ്ങാടികളിലൂടെ, പട്ടണങ്ങളിലൂടെ, ഓഫീസുകളിലും, വീടുകളിലും, കടകളിലും, സ്റ്റേജുകളിലും, സദസ്സുകളിലും ആ തിരുദൂതരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടുകളും പ്രസംഗങ്ങളും നടത്താൻ ഒരു മുഅ്മിനായ മനുഷ്യൻ തയ്യാറാകുന്നതിന് പിന്നിലുള്ള രഹസ്യം ഈ 3 ഘടകങ്ങളാണ്. ഒന്ന്, നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട സംശയമില്ലാത്ത ചരിത്രത്തിൻ്റെ പിന്തുണ. 2, 40 വയസ്സുവരെയുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധി. 3-ാമത്തേതാണ് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ ലോകത്തിനു മുൻപിൽ വരച്ച് കാണിച്ചുകൊണ്ടുള്ള റസൂലിൻ്റെ ജീവിതം. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധ ഫുർഖാനുൽ അദീം എന്ന വേദഗ്രന്ഥം, ആ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങൾ പഠിക്കാനൊരുങ്ങുമ്പോൾ അതൊരു വലിയ ലോകമാണ്. അത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും
നമ്മുടെ മുൻപിൽ തുറന്നു വച്ച ധാരാളം വിൻഡോകൾ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ഓരോ സഹോദരനും ഓരോ സഹോദരിയും പരിശ്രമിക്കുക. 40 വയസ്സ് കഴിയുമ്പോൾ ഒരു പ്രത്യേകമായ ഉപദേശമാണ് ആ തിരുദൂതരിൽ നിന്നുണ്ടാകുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഈ സദസ്സിൽ തന്നെ വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ആളുകളെ കാണാം. ഖുർആൻ മൂന്ന് വർഷം കൊണ്ട് കാണാതെ പഠിക്കാൻ കഴിയുന്നു സാധാരണ ഒരു കുട്ടിക്ക്. എന്നാൽ ഒരു കുട്ടി 6 മാസം കൊണ്ട് ഖുർആൻ കാണാതെ പഠിക്കുകയാണ്. 6 മാസം കൊണ്ട് ഒരു കുട്ടി ഖുർആൻ കാണാതെ പഠിക്കുകയാണ്. മർക്കസിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനൊരു കേന്ദ്രമുണ്ട്. നമ്മുടെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന് ഖുർആൻ മനഃപ്പാഠമാക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെ ധാരാളം കുട്ടികളെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജിലേക്ക് ചേർക്കാൻ വേണ്ടി മാതാപിതാക്കൾ കൊണ്ടുവന്ന് ഉസ്താദിനെ ഏൽപ്പിക്കുമ്പോൾ 6 മാസം കൊണ്ട് ഖുർആൻ പഠിക്കാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നു. ആ കുട്ടിയെ കൊണ്ടുവന്ന മാതാവ് പറയുന്നു, ഉസ്താദേ, ഈ കുട്ടിക്ക് 2 കണ്ണും ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല, സ്കൂളിലും മദ്രസയിലുമൊന്നും ചേർത്തിയിട്ട് കാര്യമില്ല, കാരണം കണ്ണില്ലല്ലോ. പക്ഷേ ആ കുട്ടിക്ക് വല്ലാത്ത ആഗ്രഹം ഖുർആൻ മനഃപ്പാഠമാക്കാൻ. അങ്ങനെയാണ് നിങ്ങളെ സമീപത്ത് കൊണ്ടുവന്നത്. ഈ കുട്ടിയുടെ ജ്യേഷ്ഠനും അനുജനും കണ്ണില്ല. ആ കുടുംബത്തിലുള്ള മക്കളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ മകനെ നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഹിഫ്ദുൽ ഖുർആനിൽ അബ്ദുസ്സലാം എന്ന ആ കുട്ടിയെ ചേർത്തുന്നു. എല്ലാ കുട്ടികളും നോക്കിയിട്ടാണ് ഖുർആൻ ഓതിപ്പഠിക്കുന്നത്. ഈ കുട്ടി നോക്കിയിട്ട് ഓതിപ്പഠിക്കുകയല്ല, ഈ കുട്ടി കാണാതെയാണ് പഠിക്കുന്നത്. കാണാതെ പഠിക്കുക എന്ന വാക്ക് പറയാൻ പറ്റുക കണ്ണില്ലാത്തവരെ കുറിച്ചാണ് എന്ന ഒരു തിരിച്ചറിവും അതോടെ നമുക്ക് ലഭിക്കുകയാണ്. 6 മാസം കൊണ്ട് ആ കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ചു പോവുകയാണ്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ചില ആളുകൾക്ക് മനഃപ്പാഠമാക്കാൻ ശക്തി കൂടുതലാണ്, ചില ആളുകൾക്ക് കഴിയെഴുത്ത് വളരെ ആകർഷകമാണ്, വേറെ ചില ആളുകൾക്ക് പാട്ടുപാടുമ്പോൾ വല്ലാത്ത ഇമ്പമാണ്, ചില കുട്ടികൾക്ക് കണക്കിലാണ് വലിയ കഴിവ്, ചില കുട്ടികൾക്ക് പ്രഭാഷണത്തിലാണ് വലിയ കഴിവ്. അങ്ങനെ ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ കഴിവ് നൽകിയ റബ്ബ്, ആ റബ്ബ് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ബഹുമാനം നൽകി ഒരാളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത ആളെ കയ്യിലാണ് ഖുർആൻ നൽകിയത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിൽ വലിയ ആളുകളുണ്ടായിരുന്നു. അവർക്കൊന്നും ഖുർആൻ കൊടുത്തില്ല. അവർ പറഞ്ഞു, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. വലീദ് ഇബ്നു മുഗീറയുടെ വാക്ക് ഖുർആൻ ഉദ്ധരിച്ചു. എന്തുകൊണ്ട് ഈ ശാമിലും തായിഫിലുമുള്ള വലിയ പണക്കാർക്ക് ഖുർആൻ അവതരിച്ചില്ല? ഖുർആൻ ഈ മുഹമ്മദിനാണോ അവതരിപ്പിച്ചത്? എത്ര പണക്കാരും യോഗ്യന്മാരും ഈ പരിസരങ്ങളിലുണ്ട്, അവർക്കൊന്നും കൊടുക്കാതെ ഈ മുഹമ്മദിന് എങ്ങനെ കിട്ടി എന്ന് അവർ ചോദിച്ചപ്പോൾ ഖുർആൻ നൽകുന്ന മറുപടി, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. അതിൻ്റെ മറുപടി അതാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു കൃത്യസമയം എത്തുമ്പോൾ അതാ ഒരു നിശ്ചിത വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ
കുട്ടിക്കാലം മുതൽ പവിത്രമായ ജീവിതം നൽകിക്കൊണ്ട് വളർത്തിയെടുക്കുന്നു. ഒരു പാപവും ചെയ്യാത്തൊരു ജീവിതം രൂപപ്പെടുന്നു. കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. അവിടെ അബ്ബാസ് ഉണ്ടായിരുന്നു, ഖുറൈശികളിൽ പലരും ഉണ്ടായിരുന്നു. കഅബാലയത്തിൻ്റെ കല്ലുകൾ ഓരോന്നും എടുത്തുകൊണ്ടുപോയി ആ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്തി വെക്കുന്ന സമയത്ത് ആ അബ്ബാസ് എന്ന് പറയുന്ന പിതൃവ്യൻ മുഹമ്മദ് എന്ന മോനോട് പറയുന്നു, മോനെ, കല്ലുകൾ ചുമന്നു കൊണ്ടുപോകുമ്പോൾ നിൻ്റെ ഷോൾഡറിൽ കല്ലുകൾ വെച്ചാൽ ആ ഷോൾഡർ പിന്നീട് വേദനിക്കും. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യ്, ഉടുത്ത തുണിമെല്ലെ അഴിക്കണം, എന്നിട്ട് അത് മടക്കിയിട്ട് ഷോൾഡറിൽ വെച്ച് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചാൽ ഷോൾഡറിൽ വേദന ഉണ്ടാവുകയില്ല. പക്ഷേ ആ ചെറിയ മോൻ ആലോചിക്കുകയാണ്, തുണി ഉടുക്കലോ ഔറത്ത് മറക്കലോ നിർബന്ധമില്ലാത്ത കാലമാണ്. അങ്ങനൊരു സംസ്കാരം പോലും ഒന്നും മക്കയിലില്ല. പലരും അവരുടെ നഗ്നത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത്. എന്നാൽ മുഹമ്മദ് എന്ന ചെറിയ മോൻ ആ ഔറത്ത് കാണിച്ചുകൊണ്ട് വസ്ത്രം മെല്ലെ അഴിച്ച് അത് ചുമരിലേക്ക് മടക്കി വെച്ചാൽ അത് പിന്നീട് ആ നബിയെപ്പറ്റി ഒരു ന്യൂനത പറയാൻ കാരണമായി തീരും. അതുകൊണ്ട് അള്ളാഹു എന്തു ചെയ്തു? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ അയക്കുന്നു. മുത്തുനബി തുണിമെല്ലെ ഒരു ഭാഗം പൊക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് പറയുന്നു, ഓ മുഹമ്മദ്, പാടില്ല പാടില്ല. ഉടനബി അതിൽ നിന്ന് പിന്തിരിയുന്നു. അങ്ങനെ മറ്റുള്ള ആളുകളിൽ കാണാത്ത ഏറ്റവും നല്ല അച്ചടക്കവും സുഹൃതങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങളും നൽകിക്കൊണ്ടാണ് 40 കൊല്ലക്കാലത്തെ ജീവിതമെങ്കിൽ 41ാമത്തെ കൊല്ലം ആ സർട്ടിഫിക്കറ്റുള്ള മുഹമ്മദ് നബിയുടെ കയ്യിലാണ് ഖുർആൻ വരുന്നത്. ആ ഖുർആൻ എത്ര മനോഹരമാണ്, അത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണ്. മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ ഉംറക്ക് പോകുമ്പോൾ ആ മസ്ജിദുൽ ഹറാമിൽ ഖുർആൻ ഓതുമ്പോൾ ആ ഓത്തിനെന്തൊരു ഭംഗിയാണ്. ഖസീദത്തുൽ ബുർദയേക്കാൾ എത്ര ഇരട്ടി ഭംഗിയുള്ള സാഹിത്യമാണ് പരിശുദ്ധ ഖുർആൻ. മദീനത്തെ പള്ളിയിൽ ആ മുത്തുനബിയുടെ ഖബറിൻ്റെ ചാരത്ത് മദീനത്തെ പള്ളിയിൽ ഇമാം ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ എത്ര മനോഹാരിതയാണ്. ആ മനോഹാരിതയുള്ള ആ ഖുർആൻ കേൾക്കാനും ഇഷ്ടം, അത് വായിക്കാനും ഇഷ്ടം, അതിൻ്റെ ആശയം പഠിക്കാൻ സമഗ്രം, അതിൻ്റെ ഓരോന്നും വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് ആ ആക്കം കൂട്ടിക്കൊണ്ട് ലോകത്ത് പരിവർത്തനമുണ്ടാക്കിയപ്പോൾ ദ ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇത്രയധികം മാനവ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയ മറ്റൊരു മതമോ ഗ്രന്ഥമോ പ്രവാചകനോ ഇല്ല എന്ന് ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞുവെങ്കിൽ അതാണ് ഖുർആൻ്റെ ബഹുമാനമെന്ന് നാം തിരിച്ചറിയണം. ആ ഖുർആൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അത് നിലനിൽക്കുകയാണ്. സിംബോസിയങ്ങളിൽ, സെമിനാറുകളിൽ ഖുർആനിനെ അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഖുർആൻ്റെ നിലപാടുകളെ ശരിവെക്കുകയാണ്. ആ ഖുർആൻ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ആ മുത്തുനബിയുടെ ജീവിതത്തിലെ പരിശുദ്ധിയുടെ 3ാമത്തെ അടയാളമായി നാം തിരിച്ചറിയുമ്പോൾ അത് മതി ആ നേതാവിനെ മഹബത്ത് വെക്കാൻ. എല്ലാവരും ബേജാറിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മ ഒട്ടും താമസിയാതെ അത് റിക്കാർഡാക്കുന്നൊരു മലക്ക് റഖീബ്. ഏതെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ തിന്മ ഉടനെ റെക്കോർഡ് ചെയ്യുന്ന അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് നന്മ ചെയ്താലും
അത് രേഖപ്പെടുത്തുകയാണ്. ഏത് തിന്മ ചെയ്താലും അതും രേഖപ്പെടുത്തുകയാണ്. ആ രേഖപ്പെടുത്തിയ നന്മയും തിന്മയും എല്ലാ ദിവസവും അസറിൻ്റെ ശേഷം അത് ഫയൽ ചെയ്യുകയാണ്. സുബഹിൻ്റെ ശേഷവും ഫയൽ ചെയ്യുകയാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ ഫയൽ റബ്ബിൻ്റെ ഹദ്റത്തിലേക്ക് ഹാജരാക്കുകയാണ്. അതെല്ലാം കൂടി ഒരു പുസ്തകമാക്കി വവുദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതാ, അല്ലാഹുവേ ഇത് വല്ലാത്ത റിക്കാർഡ് തന്നെ, എല്ലാം ഇതിലുണ്ടല്ലോ, ഞാനൊന്ന് നോക്കിപ്പോയത് ഈ റിക്കാർഡിലുണ്ടല്ലോ, ഞാൻ പള്ളിക്ക് മദ്രസക്ക് നൽകിയത് ഈ റിക്കാർഡിലുണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാത്തതും നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, കാണാൻ പറ്റാത്ത ഒരാളെ മനഃപൂർവ്വം നോക്കി ആസ്വദിച്ചതും ഇതിലുണ്ടല്ലോ, പശ്ചാത്തപിച്ച് മടങ്ങിയത് മാത്രം ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്, ബാക്കി മുഴുവനും ഇതിലുണ്ടല്ലോ എന്ന് ബേജാറോടുകൂടി ആ മഹ്ശറ വൻസഭയിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന സമയത്ത് വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമെന്ന് കേട്ടപ്പോൾ ആ വിചാരണയുടെ സമയം എപ്പോഴാകുമെന്ന് ആലോചിച്ച് കാത്തു നിൽക്കുമ്പോൾ ഒരാൾ അവിടെയുണ്ട് നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ. എല്ലാവരും ആദം നബിയുടെ അടുത്ത് പോയിട്ട് ആവശ്യപ്പെടുന്നു, യാ ആദമു, ആദം നബിയെ, അന്ത അവ്വലുൽ അംബിയായി, നിങ്ങൾ അമ്പിയാക്കന്മാരിൽ ആദ്യത്തെ ആളാണല്ലോ, ഞങ്ങൾക്ക് നന്മതിന്മ രേഖപ്പെടുത്തിയ പുസ്തകം വിതരണം ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്, അതൊന്ന് വേഗം കിട്ടിയാൽ ഈ ഉഷ്ണമുള്ള സ്ഥലത്തു നിന്നും മാറാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോടൊന്ന് പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആദം നബി അലൈഹിസ്സലാം നൽകുന്ന മറുപടി, ഓ മുഅ്മിനീങ്ങളെ, ഓ ജനങ്ങളെ, ഞാനിപ്പോൾ അതിന് പോകില്ല, ഞാനൊരു ചെറിയ വിഷയത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, ഒരബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരു പഴം പറിക്കരുത് എന്ന് പറഞ്ഞത് മനഃപൂർവ്വം ഞാൻ പറിച്ചതല്ലെങ്കിലും ഒരു ചെറിയ മൈനസ് പോയിൻ്റ്, ഒരബദ്ധം വന്നിട്ടുണ്ട്, അതിന് കുറ്റമില്ലെങ്കിലും ഞാൻ ഭയത്തിലാണ്. എത്രയോ തൗബ ചെയ്ത് ഞാൻ മടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാനൊരിക്കലും ശുപാർശക്ക് വരില്ല എന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാം മാറുമ്പോൾ, പിന്നെ മുഴുവൻ നബിമാരും മാറി നിൽക്കുമ്പോൾ ഒരാൾ മുന്നോട്ട് വരുന്നു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, അത് മുഹമ്മദ് നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് അതാ കുനിയുന്നു, നെറ്റിത്തടം നിലത്ത് വെക്കുന്നു, റബ്ബിൻ്റെ മുൻപിൽ കുനിഞ്ഞ് സുജൂദിൽ വീണ് ദുആ ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ ഹബീബിനോട് അല്ലാഹു പറയുന്നു, ഇർഫഅ റഅസക, നബിയെ തല ഉയർത്തണം, ഇശ്ഫഅ തുശഫഅ, ശഫാഅത്ത് ചെയ്യൂ, നിങ്ങളെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. ആ സമയത്ത് അവതരിക്കുന്ന ആയത്താണ് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയും, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നരകത്തിലാണെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനമുണ്ടാവുകയില്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നരകത്തിലാണ് ഉള്ളതെങ്കിൽ എനിക്ക് സമാധാനമില്ല, എൻ്റെ ബാപ്പയും ഉമ്മയും നരകത്തിലാണെങ്കിൽ എനിക്ക് സമാധാനമില്ല എന്ന ഒരു വചനം കൂടി ചില തഫ്സീറുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബിയെ കൊണ്ട് വിശ്വസിച്ച മുഴുവൻ ആളുകളും കുറേ കാലം നരകത്തിൽ അവർ ചെയ്ത തെറ്റിൻ്റെ തോതനുസരിച്ച് ശിക്ഷിക്കപ്പെടുമെങ്കിലും അവസാനം ഈമാനുള്ളവരാണെങ്കിൽ അവർ സ്വർഗത്തിലെത്തും. ഈമാൻ്റെ അർത്ഥം മുത്തനബിയെ കൊണ്ട് വിശ്വസിക്കലാണ്. ആ ഈമാനുണ്ടെങ്കിലേ മൂമിനാവുകയുള്ളൂ. ആ നബിയെ മഹബത്ത് വെച്ചാലേ മൂമിനാവൂ. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അവിടുത്തെ മക്കളാകുന്ന സയ്യിദുമാരോട് ബഹുമാനം വേണം.
അവിടുത്തെ അനന്തരാവകാശികളായ ആലിമീങ്ങളോട്, മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളോട്, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ബഹുമാനം വേണം. അവർക്ക് ഭക്ഷണം നൽകുന്നത്, അവർക്ക് വസ്ത്രം നൽകുന്നത്, അവർ മൗലിദ് നബിയുടെ മദ്ഹ് പറയുമ്പോൾ സമ്മാനങ്ങൾ നൽകുന്നത്, അവരുടെ ജീവിതം ഏറ്റവും ഉയർന്ന നിലവാരത്തിലാകാൻ ഒത്താശ ചെയ്യുന്നത്, അതെല്ലാം പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് ആ മുത്തുനബിയെ മഹബത്ത് വെച്ച്, അവിടുത്തെ അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ച്, അവിടുത്തെ വഴി പിന്തുടരുന്ന ആലിമീങ്ങളെ മഹബത്ത് വെച്ച്, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم والذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ആ നബിയെ പിൻപറ്റുന്ന ആളുകൾ, തൗറാത്തിലും ഇഞ്ചീലിലും ആ നബിയെ പറ്റി പറയുന്നുണ്ട്. നന്മ ഉപദേശിക്കുന്ന നബിയാണ്, തെറ്റുകൾ തടയുന്ന നബിയാണ്, ഭാരങ്ങൾ ചുമക്കുന്ന നബിയാണ്, ചീത്തയായ എല്ലാ കാര്യങ്ങളിലെയും പിന്തിരിപ്പിക്കുന്ന നബിയാണ്, നല്ല കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന നബിയാണ്. ആ നബിയുടെ പ്രകാശത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതിന് സ്ഥലം നൽകുകയും അതിന് കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ആ കെട്ടിടം നൽകാൻ സാധനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിക്കും. ആ സംഘത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഇത് കേൾക്കാൻ സമയം കണ്ടെത്തിയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.